പറയാത്തത് പറയരുത്, കളവ് പറയരുത്, മോശമാണ്. കുറച്ചാളുകളെ മുമ്പിൽ കിട്ടി എന്ന് പറഞ്ഞാൽ പ്ലീസ് നുണ പറയരുത്, കളവ് പറയരുത്. അത് മുനാഫിക്കിന്റെ ലക്ഷണമാണ്, കപടന്മാരുടെ ലക്ഷണമാണ്. തലി കെട്ടിയത് പറയാൻ പാടില്ല, മോശമാണ്, വളരെ മോശം, മഹാമോശമാണ്. അതുപോലെ തന്നെ പറയാത്ത വിഷയങ്ങളുടെ പേരിൽ ഒരുപാട് ആരോപണം നൽകി കാടടക്കി വെടിവെക്കുന്ന ഏർപ്പാട് നിർത്തിവെക്കുക. വേറെന്തൊക്കെ പറയാം ഈ സമുദായത്തിന്റെ മുമ്പിൽ, എന്തൊക്കെ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി എൻ്റെ നാട്ടുകാരോട് പറയാനുള്ളത്, അവരെ കൊണ്ടുവന്ന ആളുകളോട് പറയാനുള്ളത്, തോട്ടുമുക്കത്തിനോട് ഞങ്ങൾക്ക് ആർക്കും ഒരു എതിർപ്പില്ല. ഞങ്ങളെ സുഹൃത്ത് എപ്പോഴും 400 റുപ്യ എനിക്ക് തരാനാ. നിങ്ങൾക്ക് കിട്ടിയോ? 10 പീരിയത്തിനും കൊടുക്കാണ്. 2 പവന് ഒരു മുപ്പരിക്കറിയാം, അത് കൊടുത്തളി. പിന്നെ ഞാന് വലിയ ഷെയ്ഖൊക്കെ അല്ലേ ആളിപ്പോ, അലാക്കിന്റെ ആളാണ്, വലിയ ഉഷാറാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു, മൂപ്പരാദ്യം നമ്മളെ സ്ഥാപനത്തിലൊക്കെ നിന്ന ആളല്ലേ, എന്തേ പോന്ന്. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ എഹ്സാനെന്ന് പോന്നു, ഒരു വിജിലൻസിന്റെ പ്രശ്നത്തിനാണ്. മൂപ്പരിക്ക് തിരിയും, ഇപ്പൊ പറയുന്നില്ല, ഹൗസിൽ നമ്മൾ പറഞ്ഞോണ്ട്. പക്ഷെ ആവുന്ന കുട്ടിയാജി ആ ഡ്രൈവർ ഉണ്ടല്ലോ, അയാൾക്കെല്ലാം 5000 കൊടുക്കേണ്ടിയിരുന്നു. പിന്നെ ആ പാല് കുടിച്ചതില്ലേ, ആ താത്ത പാവ, അതിന്റെ പൈസ കൊടുത്തിട്ട് പോരെ തെരീക്കത്ത് പറയാൻ. പിന്നെ ആ പുതുമുസ്ലിമായ അബൂക്കറില്ലേ ഓട്ടോറിക്ഷക്കാരൻ, ഒരു 2000 റുപ്യ അതിനും കൊടുക്കാല്ലേ. പാവങ്ങളായ മുത്തായാലും കുറെ കായോലിക്കും കൊടുക്കാല്ലേ. മുക്കങ്ങാടിക്ക് പൊന്നാര അബീബ എനിക്ക് ഇപ്പോഴും പോകാൻ പറ്റുമോ? നമ്മളെ പയ്യനടത്തിന് കൊടുക്കാണ്ട്, പെരുന്താട്ടിക്ക് കൊടുക്കാണ്ട്, എല്ലാവർക്കും കൊടുക്കാണ്ട്. വലിമൻ ലഹു ഹക്കുൻ അലൈനാന്ന് മൂപ്പര് ദ്വാർക്കുമ്പോ ഇജാബത്തുള്ള ആരെങ്കിലും പിന്നെന്ന് ആമീൻ പറയുമ്പോ നമ്മളൊക്കെ പെടുവേ. അതാണ് ഇതിന്റെ സംഗതി. ഇത് തെരീക്കത്ത് വിശദീകരിക്കുമ്പോ അതിക്ക തിരിഞ്ഞിട്ടില്ല തരാം. അതിക്കിൽ എന്താ ഒന്നാമത്തെ നിബന്ധന പറഞ്ഞത്? ഈ വസിയ്യത്ത് കേട്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞത് തൗബയാണ്. അതിൽ പറഞ്ഞത് ഹക്കടപാടില്ലാത്തോല് കുട്ടിയെ എന്ത് തെരീക്കത്ത. അപ്പൊ ഷെയ്ഖ് അത് വീട്ടാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ എന്ത് ഷെയ്ഖ നിയന്ത്രിക്കത്രേ, അതുകൊണ്ട് പറയുന്നില്ല. പണ്ടൊരു ഷെയ്ഖ് ഇവിടെ അടുത്ത് ഇറങ്ങിയിരുന്നു. ആ ഷെയ്ഖ് സിയാറത്തിന് പോയാലേ ഖബറിന്റെ അടുത്ത് പോയാ അസ്സലാമലൈക്കും അവിടെ ഇരിക്കി എന്നെ കാണുമ്പോ നിങ്ങളൊക്കെ നീട്ടാരോ ഖബർ കിടക്കണ ആളോട്. ഷെയ്ഖന്മാർക്ക് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇപ്പോ ആലുവ തരീക്കത്ത്, ആലുവ ഷെയ്ഖിന്റെ കറാമത്ത് വിശദീകരിക്കുന്ന ഒന്നാണ്. ഇതൊക്കെ ഖാദിരിയത്തിന്റെ പേരിലാണ്. ഖാദിരിയത്തിന്റെ പേരിൽ ഉള്ള തരീക്കത്താണ്. എന്താണ് കറാമത്ത്? ഇതൊരു പൈസയാണ് ഇന്റർവ്യൂ ചെയ്യണത്. പൈസയായിട്ടും കാര്യമില്ല, തക്കാപ്പിയായിട്ടും കാര്യമില്ല. ഹിദായത്ത് വന്നാൽ നമുക്കൊക്കെ ഹിദായത്ത് തരട്ടെ. പ്രസവ സമയത്ത് ചില സംഭവങ്ങൾ നടന്നതായി കേട്ടിട്ടുണ്ട്, വിവരിച്ചു തന്നാലും. അത് പറഞ്ഞത് 3 ദിവസം കഴിഞ്ഞിട്ടാണ് എന്നെ പ്രസവിച്ചത്. ഉമ്മാക്ക് പ്രസവവേദന തുടങ്ങി 1 ദിവസം കഴിഞ്ഞിട്ട് പ്രസവിക്കുന്നില്ല. ആ സമയത്ത് പൊന്നാനിയിലെ ഹൈദ്രൂസ് പോയ തങ്ങളുടെ ബന്ധത്തിലെ കൊച്ചിയിലുള്ള ഒരു സയ്യിദ് വീട്ടിൽ വന്നു. അദ്ദേഹം ഉപ്പയോടും വെല്ലുമ്മയോടും പറഞ്ഞു, കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, കുട്ടി നിരാഹാരത്തിലാണ്. ചോദ്യം, എന്തിനായിരുന്നു നിരാഹാരം? നന്നാകാൻ ഉദ്ദേശിച്ച് നല്ല ഉദ്ദേശത്തോടെ എന്റെ കൈ പിടിക്കുന്ന ഒരാൾക്കും നരകശിക്ഷ നൽകരുതെന്ന് ഉറപ്പ് വാങ്ങാനായിരുന്നു ആ നിരാഹാരം. എന്നിട്ട് പറയാം, അലി റളിയല്ലാഹു അൻഹു എന്നും 10 റുപ്യ എടുക്കേണ്ട തരാം, പുതിയ 10ന്റെ നോട്ട്. അജ്മീർ ഖാദിയോടൊപ്പം റൗദയ്ക്ക് പോയി ഇത്രയാള്. നിങ്ങൾ റൗദന്റെതൊക്കെ പൊന്തിച്ചിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ട് മണ്ണ് മാന്തിയിട്ട് ഇപ്പോഴും ഉണ്ട് തരാം അടയാളം മുറിന്റെ. മദീനത്ത് പോയവർക്ക് അറിയില്ലേ അവിടെ മണ്ണ് മാന്താൻ കഴിയുമല്ലേ എന്നുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിപ്പിടിച്ചു ഇത്രേ. അന്ന് മുതൽ വിസർപ്പിന് മണല്ല, കുളിച്ചാതിരുന്നു കണ്ടേ.
ഇങ്ങനെ ഓരോ ശൈഖുമാർ എന്തേലും പറഞ്ഞാൽ അതും ഖാദിരിയ്യ തരീഖത്ത്. ഇവരെ വലയിപ്പേത് തൂട്ടുമുക്കം തരീഖത്തിന്റെ ശുക്രുദ്ദിമാവ്, തലച്ചോറിന് ഫാത്തിഹ, കൽബിന് ഫാത്തിഹ, മോന്തക്ക് ഫാത്തിഹ, കജ്ജിന് ഫാത്തിഹ, ഇടത്തെ കയ്യിന് ഫാത്തിഹ, വലത്തെ കയ്യിന് ഫാത്തിഹ, കാലിന് ഫാത്തിഹ, ചെരിപ്പടിക്കാലിന് ഫാത്തിഹ, ഇങ്ങനെ കുറേ ഫാത്തിഹകൾ. ഖാദിരിയ്യ തരീഖത്തിന് ഇങ്ങനെ വിരുദ്ധുണ്ടോ? ഓരോ അവയവങ്ങൾക്ക് ഇങ്ങനെ വിരുദ്ധുണ്ടോ? പഠിക്കാനാണ് ഉണ്ടോ? അപ്പോ പ്രിയപ്പെട്ടവരെ, വിഷയങ്ങൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ത്വരീഖത്ത് സ്വീകരിക്കാനുള്ള ഒരു ക്വാളിഫിക്കേഷനും ഇവർക്കില്ല. ഒന്നാമത് അവരോട് പറയാനുള്ളത്, കൊടുക്കാനുള്ള ക്യാഷ് കൊടുത്തിട്ട് അക്കടപാട് നടത്തിയിട്ട് അത് പരിസമാപ്തി കുറിച്ചിട്ട് പോലെ ഇതുപോലെയുള്ള ഏർപ്പാടിന് നിൽക്കാൻ, അത് തിരുത്താത്ത കാലത്തോളം, അക്കടപാട് കൊടുക്കാത്ത കാലത്തോളം എന്ത് തരീഖത്താണ് എന്റെ പ്രിയപ്പെട്ടവർ ഇവർക്കുള്ളത്? മഹാനരായ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞില്ലേ, തുണി കമ്മീസായിട്ടും കറുത്തതായിട്ടും ഒന്നും നോക്കണ്ട. നെറ്റിത്തടത്തിൽ ഇതെന്തോ നോക്കിയിട്ട് കാര്യമില്ല. ചെറുതാത്തും താത്തു ചെറും പറഞ്ഞിട്ട് നോക്കണ്ട. ഹക്കടപാടിന്റെ അവിടെ നോക്കിക്കോന്നാ പറഞ്ഞത്. അപ്പൊ കൊണ്ടുവന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ പാവങ്ങളാണ്, നിങ്ങൾക്കറിയില്ല. അറിയാത്തത് കൊണ്ട് പെട്ടുപോയതാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ആളുകൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോ, നാളെ പാരത്രിക ലോകമുണ്ട് എന്ന ചിന്തയുണ്ടോ? ആഖിറമുണ്ടെന്ന ചിന്തയുണ്ടോ? പരലോകമുണ്ടെന്ന ചിന്തയുണ്ടോ? ആ ചിന്തയുള്ളവരോട് ഉണർത്താനുള്ളത്, അർഹമുർറാഹിമീനായ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ, യാ ലൈതനീ ലം ഇത്തഖൽതു ഫുലാനൻ ഖലീലാ, ഞാൻ ഇന്നവനെ കൂട്ടുകാരനാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സമയം വരാനുണ്ട് എന്ന് സാന്ദർഭികമായി ഉണർത്തട്ടെ. അതുകൊണ്ട് ആ ദിവസത്തിൽ ഒറ്റപ്പെടാതിരിക്കണോ? വന്യരായ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ, ആലിമീങ്ങൾ, അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ഒരു തരീഖത്തിന്റെ ശരിയായ വിശദീകരണം പറയുന്നിടത്ത് മഹാന്മാർ ഓർമ്മപ്പെടുത്തിയില്ലേ, അഹങ്കരിക്കലല്ല, അതല്ലെങ്കിൽ തോന്നിവാസം പറയലല്ല. ഖബറിൽ പ്രവേശിക്കുന്നത് വരെ ഒരാളെയും അവിശ്വാസികളെ പോലും തന്റെ താഴെയാണെന്ന് വിചാരിക്കാൻ പാടില്ല എന്നതാണ്. കാരണം ആഖിബത്ത് എങ്ങനെ എന്നറിയില്ല. ഓ അല്ലാ, ഓ തൊട്ടു ശ്രദ്ധിക്കണം, ആഖിബത്ത് ശ്രദ്ധിക്കണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു വഫാത്ത് വരെ ജമാഅത്ത് ഒഴിവാക്കാത്തവർ, വഫാത്ത് വരെ ദുആ ഒഴിവാക്കാത്തവർ, വഫാത്ത് വരെ തഹജ്ജുദ് ഒഴിവാക്കാത്ത ഇമാം നബവി തങ്ങൾ പറയുകയാണ്, മൻ വഖഅതി ലുഹൂമിൽ ഉലമാ, മഹാന്മാരായ ഉസ്താദുമാരുടെ, പണ്ഡിതന്മാരുടെ പച്ചമാംസം കുത്തിവലിച്ചാൽ ഇബ്തലാഹുല്ലാഹു ബിസ്സൽബ്, തീർച്ചയായിട്ടും അവന്റെ മരണം മോശമായിരിക്കും കേട്ടോ. അതുകൊണ്ട് സൂക്ഷിച്ചോ. വന്യരായ ശൈഖുന എന്താണ് നിങ്ങളോട് ചെയ്തത്? 2-3 വർഷം 4 വർഷത്തോളം നിങ്ങൾക്ക് ഭക്ഷണം നൽകിയതാണോ തെറ്റ്? നിങ്ങൾക്ക് താമസിക്കാൻ അവസരം നൽകിയതാണോ തെറ്റ്? ബുഖാരി തന്നതാണോ തെറ്റ്? എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. വീട് പണിക്ക് ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയവൻ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദിനെ വിമർശിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, റബ്ബിയായ ശൈഖിന്റെ തരീഖത്തിന്റെ ക്വാളിഫിക്കേഷൻ, ശൈഖിന്റെ ക്വാളിഫിക്കേഷൻ കാന്തപുരമാരാതിരിക്കലാണ് എന്ന് പറയുമ്പോ, ഓ പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട കൂട്ടുകാരാ, ഒമാൻ തരീഖത്ത് വിശദീകരിക്കാൻ അറിയാഞ്ഞിട്ടല്ല, പാക്ക് ചെയ്ത് പറഞ്ഞയച്ചത് അത്ത പറയാൻ കഴിയാഞ്ഞിട്ടല്ല, ക്ലിപ്പടക്കമുള്ളതാണ്. അതുകൊണ്ട് അടങ്ങിയിരിക്കണം. അടങ്ങിയിരുന്നിട്ടില്ലെങ്കിൽ നിലക്ക് നിർത്തുക തന്നെ ചെയ്യും എന്നീ സമയത്ത് ഉണർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഔലിയാക്കളുടെ മതം ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അല്ലേ? സുന്നത്ത് ജമാഅത്ത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലേ? അല്ലാഹു നൽകിയ നാവുണ്ടെങ്കിൽ പറയും, നാവുണ്ടെങ്കിൽ പറയും. താജുന്നലമയുടെ മക്കൾ പറയും, അമറുന്നലമയുടെ മക്കൾ പറയും, സന്തുന്നലമയുടെ മക്കൾ പറയും, നൂറുന്നലമയുടെ മക്കൾ പറയും. അല്ലാഹു നമ്മുടെ നാവിന് ശക്തി നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.